എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത് നാഷണൽ ഹൈവേ 66-ലൂടെയാണ്. ശരിക്കും ഒരു കേരളം മാറിയോ എന്ന് ചോദിച്ച ആളുകൾക്ക് കേരളം മാറി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഇപ്പോൾ യാത്ര ചെയ്യുന്ന ഈ റോഡ്. ചില ആളുകൾ നാടിന് പുറത്തേക്ക് പോകുമ്പോൾ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ചെല്ലുമ്പോൾ മാത്രമാണ് നല്ല റോഡുകൾ കാണുന്നത്, നമ്മുടെ നാട്ടിൽ നല്ല നാഷണൽ ഹൈവേകൾ ഇല്ല എന്നൊക്കെ പരിഭവം പറയുന്ന ആളുകൾക്ക് നാഷണൽ ഹൈവേയുടെ പല റീച്ചുകളും തീർന്നപ്പോൾ ആ റീച്ചുകളൊക്കെ എന്തുകൊണ്ട് കാണുന്നില്ല, അവരാരും കേരളത്തിൽ യാത്ര ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്തായാലും ഈ മാറ്റത്തിനുള്ള ഏറ്റവും നേതൃത്വപരമായ പങ്ക് വഹിച്ചത് കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ ആർജവവും അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യവുമാണ് നമ്മുടെ ഈ നാഷണൽ ഹൈവേ 66 പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതായത് കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ സ്ഥലങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. 6 വരി പാതയാണ്, അതിന്റെ സൈഡിൽ കൂടെ സർവീസ് റോഡുണ്ട്. ഇതിനൊക്കെ മീറ്റർ കണക്കിന് വീതിയിൽ റോഡ് എടുക്കണമെങ്കിൽ നാട്ടിലെ ജനങ്ങളെ സ്നേഹത്തോടുകൂടി ആക്കിയെടുക്കാനും അതുപോലെ തന്നെ ആർജവത്തോടുകൂടി ഏറ്റെടുക്കണം എന്നുണ്ട് എങ്കിൽ അതിന് നല്ല ചങ്കുറപ്പുള്ള ഒരു നേതാവ് തന്നെ വേണമായിരുന്നു. 6000 കോടി രൂപയോളം നാഷണൽ ഹൈവേക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ പണം കൊടുത്തുകൊണ്ടാണ്, കേന്ദ്രത്തിന് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇത് പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തിയത്. ഇവിടെ കേരളത്തിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6000 കോടി രൂപ കേന്ദ്രത്തിന്റെ നാഷണൽ ഹൈവേ ഡിപ്പാർട്ട്മെന്റിന് പണം കൊടുത്തുകൊണ്ട് നാഷണൽ ഹൈവേ പൂർത്തീകരിക്കുന്നതിലേക്ക് കടന്നിട്ടുള്ളത്. അതിന് കാരണം നമ്മുടെ നാട്ടിലെ വില കൂടിയതാണ്, ഭൂമിക്കെല്ലാം വലിയ വിലയാണ്. പക്ഷെ എനിക്കൊന്ന് പറയാൻ, ഇതൊക്കെ കാണുമ്പം ചില കോൺഗ്രസുകാരും ഈ നാട്ടിലെ BJP-ക്കാരനും ചില ലീഗുകാരും ഒക്കെ പറയുന്നത് ഇതൊക്കെ കേന്ദ്രത്തിന് ഫണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ പറയുന്നുണ്ടവരുണ്ട്. അതൊക്കെ അസൂയ കൊണ്ട് പറയുന്ന ആളുകളാണ്. ശരിക്കും ഇതൊക്കെ നാഷണൽ ഹൈവേ എന്തുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തീകരിക്കാൻ കഴിയാതിരുന്നത്? അത് ഇച്ഛാശക്തിയുള്ള, ഇത് പൂർത്തീകരിക്കണമെന്നുള്ള മനസ്സുള്ള ഒരു നേതാവ് കേരളത്തിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ മാറി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ഈ നാടിന് വേണ്ടി സമർപ്പിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഉദ്ഘാടനമൊക്കെ നടക്കണമെങ്കിൽ ചിലപ്പോൾ 1 വർഷം കൂടെ എടുക്കുമായിരിക്കാം. എന്നുവെച്ചാൽ പല റീച്ചുകളിലൊക്കെ പൂർത്തീകരിക്കാൻ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ 3ാം പിണറായി സർക്കാരിന്റെ ഭരണം കൊടുത്തുകൊണ്ട് അതിന്റെ ഉദ്ഘാടകനാകേണ്ടത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നമ്മൾ ഒരു 3ാം പിണറായി സർക്കാരിനുള്ള അവസരം കൊടുക്കണം. ഇത് നാട് കാണേണ്ടതാണ്. ഇത് റോഡുകളിലൂടെ മാത്രമല്ല, പല കാര്യങ്ങളിലുണ്ട്. നമ്മുടെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ തന്നെ നിങ്ങൾ തെരഞ്ഞെടുക്കണം, അദ്ദേഹത്തിന്റെ മുന്നിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.